കൂടി ഒരു നിമിഷം. ഇന്ന് നാം ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകൻ ആകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. അവൻ്റെ ഉള്ളിൽ നിത്യജീവൻ, അതായത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട നിത്യജീവൻ ഇല്ല എന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാം. അതായത് ഇന്ന് നമ്മൾ നോക്കുന്നുടനെ ലോകത്തിൽ ആരാണ് സഹോദരൻ? നമ്മുടെ സ്വന്തം അമ്മയുടെ ഉദരത്തിൽ പിറന്ന ആളും സഹോദരനാണ്. അതോടൊപ്പം നമ്മളുടെ കൂട്ടുവിശ്വാസിയും സഹോദരൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ വെറുക്കുവാൻ അനുവാദമില്ല. എന്ത് തന്നെ കാരണമായിക്കൊള്ളട്ടെ, നമ്മളുടെ നീതി നിശ്ചയിക്കപ്പെട്ട അനുഭവം ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ സഹോദരനിൽ നിന്നും ഉടപ്പിറന്നവനിൽ നിന്നും ആയിക്കൊള്ളട്ടെ, അത് നിഷേധിക്കുവാൻ, അവനോടുള്ള സ്നേഹം നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. അവനെ വെറുക്കുന്നവൻ, അതായത് ഒരു വിശ്വാസിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ലോക മനുഷ്യനെക്കുറിച്ചല്ല. ഒരു വിശ്വാസിക്ക് സ്വന്തം സഹോദരനെയോ അല്ലാതെ നമ്മുടെ ചുറ്റുപാടുള്ള വിശ്വാസ സമൂഹത്തിലെ സഹോദരനെയോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോ വെറുക്കുവാൻ നമുക്ക് അനുവാദമില്ല. വെറുപ്പ് പിശാചിൻ്റെയാണ്, വെറുപ്പ് തകർച്ചയുടേതാണ്, വെറുപ്പ് തിന്മയുടേതാണ്. അത് നമുക്ക് വേണ്ട. അതിൽ അവരുടെ ഉള്ളിൽ നിത്യജീവൻ, അതായത് യേശുക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന നിത്യജീവൻ അവരുടെ ഉള്ളിലില്ല. അതുകൊണ്ട് നാം സ്നേഹിക്കുന്നവരായിരിക്കണം. യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. നമ്മുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ കാണാവൂ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ സ്നേഹം നിറയുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കൊലപാതകന്മാരും നിത്യജീവൻ നഷ്ടപ്പെടുന്നവരുമായി തീരരുത്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.